ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ടീമുകളിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പല ടീമുകളും അഴിച്ചുപണിക്കുള്ള ഒരുക്കത്തിലാണ്. ഇപ്പോഴിതാ 19R ഫുട്ബോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ഓരോ ടീമുകളിലും എത്ര താരങ്ങൾ പുറത്തേക്ക് പോവും, ഏത് രൂപത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതിൻ്റെ കണക്ക് വിവരങ്ങളാണ് അവർ പുറത്തു വിട്ടിട്ടുള്ളത്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. മുംബൈ സിറ്റിയിൽ 4-5 വിദേശ താരങ്ങളുടെ കാര്യത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാം എന്നാണ് ഇവർ പറയുന്നത്. FC ഗോവയിൽ 3 വിദേശ താരങ്ങളുടെ കാര്യത്തിലാണ് മാറ്റം സംഭവിക്കുക. ബംഗളൂരു FCയിലും 3 വിദേശ താരങ്ങൾ. അതുപോലെ തന്നെ ഹൈദരാബാദ് FC, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈ ക്ലബ്ബുകളിൽ 4-5 താരങ്ങളുടെ വിദേശ താരങ്ങളുടെ കാര്യത്തിലാണ് മാറ്റങ്ങൾ സംഭവിക്കുക. മുഹമ്മദൻ SCയിൽ കാര്യമായ അഴിച്ചുപണി നടക്കും. 6 വിദേശ താരങ്ങളുടെ കാര്യത്തിലും മാറ്റം നടക്കും എന്നുള്ളതാണ്. ചെന്നൈയിൻ FCയിൽ 3 വിദേശ താരങ്ങളുടെ കാര്യത്തിൽ മാറ്റം നടക്കും. പഞ്ചാബ് FCയിൽ 5 വിദേശ താരങ്ങൾ പുറത്തു പോകും, പകരം 5 വിദേശ താരങ്ങൾ എത്തും എന്നുള്ളതാണ്. മോഹൻ ബഗാനിൽ കേവലം 2 വിദേശ താരങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു മാറ്റങ്ങൾ നടക്കുക. അതേസമയം ജംഷഡ്പൂർ FC അതുപോലെ തന്നെ ഒഡീഷ ഇവിടങ്ങളിലെ ആ ഒരു കൺഫർമേഷൻ അവർക്ക് ലഭിച്ചിട്ടില്ല. ഇനിയിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളിൻ്റെയും വ്യക്തമായ വിവരങ്ങൾ അവർ നൽകിയിട്ടുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൽ ജീസസിൻ്റെയും ലൂണയുടെയും കാര്യം അത് ഒരു 50-50 സിറ്റുവേഷൻ ആണ്. അതായത് ഇവർ ക്ലബ്ബ് വിടാനും വിടാതിരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയാണ് ജീസസിൻ്റെയും അഡ്രിയാൻ ലൂണയുടെയും ഒരു സാധ്യതകൾ നിലകൊള്ളുന്നത്. ഇത് 19R ഫുട്ബോൾ ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നോവ സദയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ചില ക്ലബ്ബുകളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അന്വേഷണങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ക്ലബ്ബ് വിടാൻ സാധ്യത കുറവാണ്. മിലോസും പെപ്രയും ക്ലബ്ബ് വിടും, അത് ഉറപ്പായി കഴിഞ്ഞ ഒരു കാര്യമാണ്. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും വിവരങ്ങളാണ് അവർ നൽകിയിട്ടുള്ളത്. ഇനി ഈസ്റ്റ് ബംഗാളിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 4 വിദേശ താരങ്ങളുടെ കാര്യത്തിലുള്ള ചേഞ്ചുകൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അതേസമയം തലാൽ പരിക്കിൽ നിന്നും പൂർണ്ണമായും മുക്തനായി ക്ലബിൽ തിരിച്ചെത്തിയതിനു ശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഈസ്റ്റ് ബംഗാൾ ഒരു തീരുമാനം എടുക്കുക. ഇനി മെസ്സി ബൗളിയെ നിലനിർത്തണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ ഈസ്റ്റ് ബംഗാളിന് കഴിഞ്ഞിട്ടില്ല. ഇനി ഡയമൻഡോകോസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ശരിയായ വില ലഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൈവിടാൻ ഈസ്റ്റ് ബംഗാൾ തയ്യാറാണ്. അതായത് നല്ല വില ലഭിക്കുകയാണെങ്കിൽ ദിമിയെ അവർ കൈവിടും എന്നുള്ളതാണ്. അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ക്ലബിനകത്ത് തന്നെ തുടരും. നമുക്കറിയാം, പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ ദിമിക്ക് ഈസ്റ്റ് ബംഗാളിൽ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് അവരെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.